ശ്രീ മഹാദേവി നമഃ. നമസ്കാരം. ശ്രീമദ് ദേവീനാരായണീയം ദേവീഭാഗവത സംഗ്രഹം. ദേവീഭാഗവതത്തിലെ 4-ാം സ്കന്ധത്തിലെ കൃഷ്ണാവതാര ചരിത്രമാണ് വർണ്ണിച്ചു വരുന്നത്. ഈ ദശകത്തിൽ 21-ാം ദശകത്തിൽ നന്ദഗോപർക്ക് പുത്രിയായി, നന്ദഗോപർക്കും യശോദാദേവിക്കും പുത്രീ രൂപത്തിൽ ആ ജഗദംബിക അവതരിച്ചു എന്നുള്ള നന്ദസുതാവതാരമാണ് വർണ്ണിക്കുന്നത്. സർവേപി ജീവാ നിജകർമ്മബദ്ധ ഏതേഷഡാസൻ രുഹിണസ്യ പൗത്രാ തന്നിന്ദയാ ദൈത്യകുലേ പ്രജാത പുനശ്ച ശബ്ദാജനകേന ദൈവാൽ. ആ ജഗദംബിക ഒഴികെ എല്ലാവരും കർമാധീനരാണ്. ചെയ്ത കർമ്മങ്ങളുടെ ഫലം അനുഭവിക്കാൻ വിധിക്കപ്പെട്ടിട്ടുള്ളവരാണ്. ആ ഒരു കർമ്മഫലം, ആ വിധിബലം ആണ് ദേവകീദേവിയുടെ 6 പുത്രന്മാർ ജനിച്ചു വീണ ഉടനെ തന്നെ കംസന്റെ കൈകളെ കൊണ്ട് വധിക്കപ്പെടാനിടയായത്. മരീചിപുത്രന്മാരായിരുന്ന അവർ ശാപം കൊണ്ടാണ്, ബ്രഹ്മാവിന്റെ പൗത്രന്മാരായിരുന്നു, ബ്രഹ്മാവിന്റെ തന്നെ ശാപം കൊണ്ടാണ് അവർ അസുര യോനിയിൽ ജനിച്ചത്. അങ്ങനെയാണ് കാലനേമിയുടെ പുത്രന്മാരായി വന്നു. പിന്നീട് ഹിരണ്യകശിപുവിന്റെ പുത്രന്മാരായി വന്നു. അപ്പോൾ വീണ്ടും വീണ്ടും ഈ അസുരജന്മമെടുക്കുന്ന അവർക്ക് ഇങ്ങനെ അസുര ജന്മമെടുത്ത അധപ്പതിക്കുകയല്ല വേണ്ടത് എന്ന തിരിച്ചറിവുണ്ടായിട്ടാണ് തപസ് ചെയ്തു. എന്നാൽ പിതാവായിട്ടുള്ള ഹിരണ്യകശിപുവിന് അതറിഞ്ഞ് കോപമാണുണ്ടായത്. തന്റെ അനുമതിയില്ലാതെ തന്റെ പുത്രന്മാർ തപസ് ചെയ്തു. അങ്ങനെ കോപിക്കുന്നതായ ഹിരണ്യകശിപു അവരെ ശപിക്കുകയാണ്. നിങ്ങൾ അച്ഛന്റെ കൈകൊണ്ട് കൊല്ലപ്പെടുന്നവരായി തീരട്ടെ. ആ ശാപം ഇവിടെ ഫലിക്കുകയാണ്. അവർക്ക് പൂർവജന്മത്തിൽ പിതാവായിരുന്ന കാലനേമി ഇപ്പോൾ കംസനായി വന്നിട്ടുണ്ട്. അവർ ദേവകീപുത്രന്മാരായി വന്ന് ജനിക്കുന്നു. അവരെ കംസൻ നിഗ്രഹിക്കുന്നു. തേനൈവതേ ശൗരിസുതത്വമാപ്ത ഹതാശ കംസേന ദുജാതമാത്ര ശ്രീനാരദേന ഋഷിവരേണ ദേവി ജ്ഞാതം പുരാവൃത്തമിതം സമസ്തം. ഹിരണ്യകശിപുവിന്റെ ശാപം കൊണ്ടാണ് അവര് തുടർന്ന് ദേവകീ പുത്രന്മാരായി വന്നു. അങ്ങനെ ദേവകീപുത്രന്മാരായി ദേവകീ വസുദേവന്മാരുടെ പുത്രരൂപത്തിൽ വന്ന് ജനിക്കുന്ന അവർ ജനിച്ച ഉടനെ തന്നെ കംസനാൽ കൊല്ലപ്പെടുന്നു. അപ്പൊ ഇവരുടെ പൂർവജന്മ വൃത്താന്തങ്ങളെ നല്ലവണ്ണം അറിയാവുന്ന ശ്രീനാരദൻ ഇതെല്ലാം ഉദ്ദേശിച്ചുകൊണ്ട് തന്നെയാണ് കംസനെ ഉപദേശിക്കുന്നതും. ഒരിക്കലും ശ്രീനാരദ മഹർഷിയെ പോലുള്ളവർ ഹിംസ ചെയ്യുവാൻ പ്രേരിപ്പിക്കില്ല, ഹിംസയെ പ്രോത്സാഹിപ്പിക്കില്ല. അപ്പൊ അദ്ദേഹം പറഞ്ഞതൊന്നും അസത്യമല്ല. അദ്ദേഹം ശ്രേഷ്ഠനാണ്, ആത്മജ്ഞാനിയാണ്. വേദവ്യാസ മഹർഷിക്കു കൂടി ഗുരുതുല്യനാണ് ശ്രീനാരദൻ. ദേവീഭാഗവതം മൂലഗ്രന്ഥത്തിൽ തന്നെ നാരദ മഹർഷിയെ കുറിച്ചൊരു പരാമർശം കാണാം.
നാരദ കൗതുകപ്രേക്ഷി സർവദാ കലഹപ്രിയ, കലഹപ്രിയനും കൗതുകപ്രേക്ഷിയുമാണ് എന്ന രീതിയിൽ ഒരു പരാമർശം പക്ഷെ അതിൻ്റെ അർത്ഥത്തെ വ്യാഖ്യാതാക്കൾ സമർത്ഥിക്കുന്നത് എപ്പോഴും കലഹത്തെ ഉണ്ടാക്കുന്ന കലഹപ്രിയൻ എന്ന രീതിയിലല്ല, കലഹത്തിൽ പ്രിയമില്ലാത്തവൻ എപ്പോഴും കൗതുകപ്രേക്ഷിയുമാണ്. കാരണം വേദവ്യാസ മഹർഷി ഒരിക്കലും തൻ്റെ ഗുരുതുല്യനായിട്ടുള്ള ശ്രീനാരദനെ കലഹപ്രിയനായിട്ട് വിശേഷിപ്പിക്കില്ല. അപ്പോൾ കൗതുകപ്രേക്ഷണം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? സൃഷ്ടി മുതൽ പ്രളയം വരെ എല്ലാം ആ ജഗദംബികയുടെ ലീലയാണ്, അവിടുത്തെ നാടകമാണ്. ഈ ലീലാരസത്തിനെ, ഈ നാടകത്തിനെ വേണ്ടതുപോലെ ആസ്വദിക്കുന്ന ആളാണ് ശ്രീനാരദൻ എന്നാണ് ഇവിടെ സൂചിപ്പിച്ചത്. പ്രാഗ്ദമ്പതീ ചാതിഥി കശ്യപൗഹ സ്വകർമ്മദോഷേണ പുനശ്ച ജാതൗ തൗ ദേവകീശൂരസുതൗ സ്വപുത്രനാശാദിഭിർ ദുഃഖമവാപതുശ്ച. ദേവകീ വസുദേവന്മാർ പൂർവജന്മത്തിൽ അതിഥി കശ്യപന്മാരായിരുന്നു. കശ്യപൻ യജ്ഞാർത്ഥമായിട്ട് വരുണന്റെ ഗോശാലയിൽ നിന്നും, വരുണന്റെ പശുക്കളിൽ നിന്നും ഒരു പശുവിനെ അപഹരിച്ചു. അതിനെ മടക്കിക്കൊടുക്കുവാൻ വരുണൻ ആവശ്യപ്പെട്ടുവെങ്കിലും മടക്കി കൊടുത്തില്ല. അങ്ങനെ വരുണൻ ശപിച്ചു കശ്യപനെ. ഭൂമിയിൽ മനുഷ്യജന്മം എടുക്കാൻ ഇടവരട്ടെ. എൻ്റെ പശുക്കിടാവ് അതിൻ്റെ തള്ളപ്പശുവിനെ കാണാതെ വിലപിക്കുന്നു. ഇതേ ദുഃഖം നിങ്ങൾക്ക് അതിഥി കശ്യപന്മാർക്കും അനുഭവിക്കാൻ ഇടവരട്ടെ. പുത്രനെ നഷ്ടപ്പെടുമ്പോൾ ഉണ്ടാവുന്ന ദുഃഖം അത് അനുഭവിക്കാൻ ഇടവരട്ടെ. കാരാഗ്രഹ ബന്ധനം അനുഭവിക്കാൻ ഇടവരട്ടെ. ഇങ്ങനെയെല്ലാം ശപിക്കുന്നതായിട്ടുള്ള വരുണൻ. ഇതൊക്കെ വരുണൻ ബ്രഹ്മാവിനെയും അറിയിക്കുന്നു. അങ്ങനെയാണ് ബ്രഹ്മാവ് കശ്യപനെ വിളിച്ച് ശാസിക്കുകയാണ്. ലോഭം കൊണ്ടാണ് പാപം ചെയ്തത് താങ്കൾ. അതുകൊണ്ട് പത്നിയോടൊപ്പം, പത്നിമാരോടൊപ്പം യദുവംശത്തിൽ ജനിക്കാൻ ഇടവരട്ടെ. വരുണശാപം കൊണ്ടാണ് കശ്യപൻ യദുവംശത്തിൽ വസുദേവനായി വന്നത്, അതിഥി ദേവകിയായി വന്നു. വരുണശാപം കൊണ്ട് ആ പുത്രനാശ ദുഃഖം അനുഭവിക്കേണ്ടി വരുന്നു. കാരാഗ്രഹവാസം അനുഭവിക്കേണ്ടതായി വന്നു. അതിഥിയുടെ അനുജത്തിയായിട്ടുള്ള ദിതി ഒരിക്കൽ അസുരമാതാവായിട്ടുള്ള ദിതിക്ക് ഒരു ആഗ്രഹമുണ്ടായി. തൻ്റെ ജ്യേഷ്ഠത്തിയുടെ പുത്രനായിട്ടുള്ള ഇന്ദ്രൻ, അതിഥിയുടെ പുത്രനായ ഇന്ദ്രന് തുല്യനായി തനിക്കൊരു പുത്രനുണ്ടാവണം എന്നാഗ്രഹിച്ചു. അതിനുവേണ്ടി ഭർത്താവായ കശ്യപനിൽ നിന്ന് മന്ത്രോപദേശം സ്വീകരിച്ച് ഒരു വ്രതമനുഷ്ഠിക്കാൻ തുടങ്ങി, പുംസവന വ്രതം. എന്നാൽ ഈ വ്രതമനുഷ്ഠിക്കുന്ന ദിതിക്ക് ആ വ്രതം ഭംഗിയായി പൂർത്തീകരിക്കാൻ കഴിഞ്ഞാൽ യോഗ്യനായൊരു പുത്രൻ ജനിക്കും, തനിക്ക് ശത്രുവായി തീരുമെന്നൊക്കെ കരുതുന്ന ഇന്ദ്രൻ തൻ്റെ ചെറിയമ്മയായിട്ടുള്ള ദിതിയെ സമീപിച്ച് വളരെ അധികം വിശ്വസ്തനായിട്ടുള്ള ഒരു സേവകനെ പോലെ ദിതിയുടെ സമീപത്ത് വർത്തിക്കുകയും ആ ദിതിയെ
ഇന്ദ്രൻ തൻ്റെ യോഗശക്തി കൊണ്ട് ദിതീഗർഭത്തിൽ പ്രവേശിച്ച് ആ ഗർഭസ്ഥ ശിശുവിനെ വജ്രായുധം കൊണ്ട് 7 ഖണ്ഡങ്ങളാക്കി മാറ്റി. എന്നാൽ ആ കുട്ടി മരിക്കുകയല്ല, 7 ഖണ്ഡങ്ങളും 7 ശിശുക്കളായി രൂപാന്തരപ്പെടുന്നു. വീണ്ടും അവയെ 7 ഖണ്ഡങ്ങളാക്കി, അങ്ങനെ 49 ഖണ്ഡങ്ങളാക്കി. എന്നാൽ അവയൊക്കെ ശിശുക്കളായി മാറുകയാണ് ചെയ്തത്. അപ്പം അവരെ കൊല്ലാൻ കഴിയില്ല എന്ന് ബോധ്യപ്പെട്ടതായ ഇന്ദ്രൻ ഈ പുത്രന്മാരോടൊപ്പം പുറത്തു വരുന്നു. ഉറക്കമുണരുന്ന ദിതി കാണുന്നത് തൻ്റെ മുൻപിൽ ഇത്രയധികം കുട്ടികളും ഒപ്പം നിൽക്കുന്ന ഇന്ദ്രനും. കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ആ കുട്ടികളെയും കൂട്ടിക്കൊണ്ടാണ് ഇന്ദ്രൻ മടങ്ങിയത്. എന്നാൽ ദിതിക്ക് തൻ്റെ ആഗ്രഹം സഫലമായില്ല എന്നുള്ള ആ ഒരു വേദന, ആ ഒരു സങ്കടം കൊണ്ടാണ് ദിതി അതിഥിയെ ശപിക്കുകയാണ്. അതിഥിക്കും പുത്രനാശ ദുഃഖമുണ്ടാവട്ടെ. അപ്പൊ അതിഥിയുടെ അംശമായിട്ടാണ് ദേവകീ ദേവിയുടെ പുത്രദുഃഖത്തിന് കാരണം കർമ്മദോഷം തന്നെയാണ് എന്ന് പറഞ്ഞു, ഈ ശാപമാണ് എന്ന് പറഞ്ഞു. ത്വം ദേവകീ സപ്തമഗർഭതോ വൈ ഗൃഹന്യനന്താം ശശിശും സുശക്രിയാ നിവേശ്യ രോഹിണ്യുദരേ ധരണ്യാം മർത്യോ ഭവേത്യച്യുതമാദിശ്ച. 7ാമത് ദേവകീദേവി ഗർഭം ധരിക്കുന്നു. അത് അനന്തനാണ്, അനന്തന്റെ അംശമാണ്. ആ ശിശുവിനെ വസുദേവരുടെ തന്നെ മറ്റൊരു പത്നിയായ രോഹിണീ ഗർഭത്തിലേക്ക് ആ ജഗദംബിക തന്നെ, ആ മഹാമായ തന്നെ നീക്കുകയാണ്. തുടർന്ന് ഭഗവാന് മഹാവിഷ്ണുവിന് നിർദ്ദേശത്തെ നൽകി ഭൂമിയിൽ മനുഷ്യനായി അവതരിക്കണം. അങ്ങനെ മനുഷ്യജന്മത്തെ സ്വീകരിക്കാൻ വേണ്ടതായ ചില പൂർവ കർമ്മദോഷങ്ങൾ, ചില പൂർവശാപങ്ങൾ ഭഗവാനും ഉണ്ടായിരുന്നു എന്നിവിടെ കാണിക്കുകയാണ്. പ്രാകർമ്മദോഷാൽസസുഹൃന്മഖോന ക്രുദ്ധേന ശപ്തോ ഭൃഗുണാ മുരാരി ദയാർഹ സംസാരി ദശാമവാപ്സ്യൻ ഹാ ദേവകീ ഗർഭമഥാ വിവേശ. ഒരിക്കൽ ഒരു ദേവാസുര യുദ്ധം നടക്കവേ അസുരഗുരുവായിട്ടുള്ള ശുക്രന് ഒരാഗ്രഹം ഉണ്ടാവുകയാണ്. തൻ്റെ ശിഷ്യന്മാരായിട്ടുള്ള അസുരന്മാർ അജയ്യരായി തീരണം. അതിനായി ശുക്രമഹർഷി ശിവഭജനം ചെയ്ത് മൃതസഞ്ജീവനി വിദ്യ നേടാൻ വേണ്ടി പുറപ്പെട്ടു. ഈ സമയത്ത് അസുരന്മാരുടെ സംരക്ഷണം ശുക്ര മാതാവ്, അതായത് ഭൃഗു മഹർഷിയുടെ പത്നി ആണ് ആ അസുരന്മാരുടെ സംരക്ഷണത്തെ ഏറ്റെടുത്തത്. ദേവന്മാർ അസുരന്മാരെ ആക്രമിക്കാൻ വരുന്നു. ഭൃഗുപത്നി തൻ്റെ പാതിവൃത്യം കൊണ്ട് ആ ദേവന്മാരെ ഒക്കെ പരാജയപ്പെടുത്തി. അപ്പോൾ ഭൃഗുപത്നി ജീവിച്ചിരിക്കുന്ന അത്രയും കാലം അസുരന്മാരെ പരാജയപ്പെടുത്താനാവില്ല എന്ന് ബോധ്യപ്പെട്ട ദേവന്മാർ ഇന്ദ്രന്റെ നിർദ്ദേശത്തെ സ്വീകരിച്ച് മഹാവിഷ്ണു ഭൃഗുപത്നിയെ നിഗ്രഹിച്ചു എന്നാണ്. എന്നാൽ ഭൃഗുമഹർഷിയാവട്ടെ തൻ്റെ പത്നിയെ തൻ്റെ തപോബലം കൊണ്ട് വീണ്ടും ജീവിപ്പിച്ചു. എന്നിട്ട് മഹാവിഷ്ണുവിനെ ശപിക്കുകയാണ്. അങ്ങക്ക് വ്യത്യസ്തങ്ങളായ യോനികളിൽ ശരീരം സ്വീകരിക്കേണ്ടി വരും, ജനിക്കേണ്ടി വരും, സംസാര ദുഃഖത്തെ അനുഭവിക്കേണ്ടതായി വരും. ഈ ശാപം കൊണ്ടാണ് അനേകം അവതാരങ്ങളെ സ്വീകരിക്കേണ്ടി വന്നത്. ദശരഥപുത്രനായി രാമനായി അവതരിച്ച് ഏറെ ദുഃഖം അനുഭവിച്ചു. ദേവകീപുത്രനായി ദേവകീ ഗർഭത്തിൽ പ്രവേശിച്ച്
അവിടെയും ക്ലേശങ്ങളെ അനുഭവിക്കേണ്ടി വന്നു. ഇതൊക്കെ കർമ്മത്തിൻ്റെ ഫലമാണ് എന്ന് സൂചിപ്പിക്കുകയാണ്. പൂർണ്ണേതു ഗർഭേ ഹരിരർദ്ധരാത്രേ കാരാഗൃഹേ ദേവകനന്ദനായ യജ്ഞേ സുദേഷ്വഷ്ടമതാമവാപ്ത ശൗരിർവിമുക്തോ നികടൈശബന്ധാൽ. ഗർഭം പൂർണ്ണമായതോടുകൂടി ഭഗവാൻ മഹാവിഷ്ണു മഥുരയിലെ കംസന്റെ കാരാഗൃഹത്തിൽ അർദ്ധരാത്രി സമയം ആ ദേവകീ ദേവിയുടെ 8ാമത് പുത്രനായി അവതരിച്ചു. പെട്ടെന്ന് തന്നെ വസുദേവനെ ബന്ധിച്ചിരുന്നതായ ചങ്ങലക്കെട്ടിൽ നിന്ന് മുക്തനായി കഴിഞ്ഞു. ആ ദേവിയുടെ തന്നെ സങ്കല്പം കൊണ്ട് ആ ബന്ധനത്തിൽ നിന്നൊക്കെ മോചനം നേടി വസുദേവൻ. ഒരുവനെ ബന്ധനത്തിൽ പെടുത്തുന്നതും മായയാണ്, അതിൽ നിന്ന് മോചിപ്പിക്കുന്നതും മഹാമായ തന്നെയാണ് എന്ന് വ്യക്തമാക്കുകയാണ്. വ്യോമോദ്ധവാക്യേന തവൈവ ബാലം ഗൃഹന്നദൃഷ്ട ഖലു ഗേഹപാലൈഃ നിദ്രാം ഗതൈസ്ത്വദ്വിവൃതേന ശൗരി ദ്വാരേണ യാതോ ബഹിരാത്തതോഷം. പെട്ടെന്നൊരു അശരീരി വാക്ക് കേൾക്കുകയാണ് വസുദേവൻ. ഈ ശിശുവിനെ നന്ദഗൃഹത്തിൽ കൊണ്ടുചെന്നാക്കുക. അങ്ങനെ ആ അശരീരിയെ കേട്ടിട്ടാണ് വസുദേവൻ ദേവകിയിൽ ജനിച്ചതായിട്ടുള്ള 8ാമത്തെ ആ ശിശുവിനെ, അത് സാക്ഷാൽ ശ്രീഹരി തന്നെയാണ്, ആ ഭഗവാനെ എടുത്തു കാരാഗൃഹത്തിന് പുറത്തു കടന്നു. ഇപ്പൊ കാരാഗൃഹത്തിന് അനവധി കാവൽക്കാർ കംസന നിർദ്ദേശമനുസരിച്ച് കാവൽ നിൽക്കുന്നുണ്ടായിരുന്നു. എന്നാൽ അവരെല്ലാവരും തന്നെ ഗാഠനിദ്രയിലായിരുന്നു. വസുദേവർ ഈ കുട്ടിയെ എടുത്തുകൊണ്ട് പുറത്തിറങ്ങിയതൊന്നും ആരും അറിഞ്ഞിട്ടില്ല. ത്വം സ്വേച്ഛയാ ഗോപകുലേ യശോദ നന്ദാത്മജാ സ്വാപിതജീവജാലേ അജായഥാ ഭക്തജനാർത്തിഹന്ത്രി സർവം നിയന്ത്രി സകലാർത്ഥദാത്രി. മഥുരയിൽ കംസന്റെ കാരാഗൃഹത്തിൽ ദേവകീദേവി ഒരു കുട്ടിക്ക് ജന്മം നൽകിയ അതേ സമയം നന്ദഗൃഹത്തിൽ യശോദാദേവിയുടെ പുത്രിയായി ദേവി അവതരിച്ചു. യാദേവി സർവഭൂതേഷു നിദ്രാരൂപേണ സംസ്ഥിത. ആ യശോദാപുത്രിയായി നന്ദപുത്രിയായി അവതരിച്ച യോഗമായ എല്ലാവരെയും ഉറക്കിക്കിടത്തിയിരിക്കുകയാണ്. എല്ലാവരെയും ഗാഠനിദ്ര ബാധിച്ചിരിക്കുന്നു എന്നാണ്. കുട്ടിക്ക് ജന്മം നൽകിയ യശോദാദേവി പോലും ഗാഠനിദ്രയിലായിപ്പോയി. തവ പ്രഭാവാത് വസുദേവ ഏകോ ഗച്ഛന്നഭീതോ യമുനാമയത്നം തീർത്വാ നദിം ഗോകുലമാപതത്ര ദാസ്യാ കരേ സ്വം തനയം ദദൗ ച. വസുദേവർ ഈ കുട്ടിയെ എടുത്തുകൊണ്ട് യമുനാ നദി കടന്ന് മറുകരയിലെത്തി, ഗോകുലത്തിലെത്തി. അവിടെ ഒരു സൈരന്ധ്രീ രൂപത്തിൽ, ഒരു ദാസീ രൂപത്തിൽ ദേവി തന്നെയായിരുന്നു നിലകൊണ്ടത്. ആ ദാസിയുടെ കയ്യിൽ തൻ്റെ പുത്രനെ ഏൽപ്പിച്ചു. ആരാണ് ആ ദാസി എന്ന് പോലും വസുദേവൻ അന്വേഷിക്കുന്നില്ല. കാരണം ഏതോ ഒരു അദ്ഭുതം, ഒരു പ്രത്യേക അനുഭവത്തിൻ്റെ ഒരു ബന്ധനത്തിലാണ്, അല്ലെങ്കിൽ ആ ഒരു മായാബാധയിലാണ് വസുദേവനും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ്. എങ്ങനെ ബന്ധനത്തിൽ നിന്ന് മോചനം നേടി,
എങ്ങനെ കരകവിഴിഞ്ഞൊഴുകുന്നതായ യമുന കടന്നു, അതൊന്നും അദ്ദേഹത്തിന് അറിയാൻ കഴിയുന്നില്ല, അദ്ദേഹത്തിന് പറയാൻ കഴിയുന്നില്ല. വസുദേവരിൽ നിന്ന് ആ ശിശുവിനെ ഏറ്റുവാങ്ങി ആ പെൺകുഞ്ഞിനെ, നന്ദപുത്രി ആയിട്ട് യശോദാദേവിയുടെ പുത്രിയായി അവതരിച്ച പെൺകുഞ്ഞിനെ വസുദേവന് മടക്കി കൊടുക്കുകയാണ്. തയൈവ ദത്താമഥ ബാലികാം ത്വാമാദായ ശീഘ്രം സ തതോ നിവൃത്ത കാരാഗൃഹം പ്രാപ്യ ദദൗ പ്രിയായൈ സ ചാഭവൽ പൂർവവദേവ ബദ്ധ. പെൺകുഞ്ഞിനെ ഏറ്റുവാങ്ങിയിട്ട് ആ വസുദേവൻ മടങ്ങി വന്നു. യമുനാനദി കടന്ന് മധുരയിലെത്തി, കാരാഗൃഹത്തിൻ്റെ ഉള്ളിൽ കടന്നു. ആ കുട്ടിയെ ദേവകീദേവിയുടെ കയ്യിൽ ഏൽപ്പിക്കുകയാണ്. അപ്പോഴേക്കും കാരാഗൃഹത്തിൻ്റെ വാതിലൊക്കെ വീണ്ടും പഴയതുപോലെ ബന്ധിക്കപ്പെട്ടു. ത്വദ്രോദനോദ്ധാപിത ഗേഹപാലൈ നിവേദിതോ ഭോജപതി സമേത്യ ത്വാം പാദയുഗ്മഗ്രഹണേന കുർവൻ അധശിരസ്കാം നിരകാത് ഗൃഹാന്താൽ. ഈ കുഞ്ഞിന്റെ കരച്ചിൽ കേട്ടിട്ടാണ് കാവൽക്കാർ ഉണർന്നു. ദേവകീദേവി പ്രസവിച്ചു എന്നുള്ള വിവരം കംസനെ അറിയിക്കുന്നു. രാത്രിയിൽ തന്നെ കംസൻ ആ കാരാഗൃഹത്തിലേക്ക് എത്തിച്ചേരുകയാണ്. ഹൃദാക്ഷിണ്യം ആ കുഞ്ഞിന്റെ കാലിൽ പിടിച്ചുയർത്തി ആ കുട്ടിയെ തലകീഴായി പിടിച്ചുകൊണ്ട് കാരാഗൃഹത്തിന്റെ പുറത്തേക്ക് കടക്കുകയാണ്. സപോധയാമാസ ശിലാതലേ ത്വാം സദ്യ സമുത്പത്യ കരാദമുഷ്യ ദിവിസ്ഥിതാ ശംഖഗദാദിഹസ്ത സുരൈ സ്തുതാ സ്മേരമുഖീ ത്വമാർത്ഥ. കംസൻ ആ കുട്ടിയെ ഒരു ശിലയിലേക്ക് അടിക്കാൻ, എറിഞ്ഞു കൊല്ലാൻ കൈകൾ ഉയർത്തിയതാണ്. അപ്പോഴേക്കും ആ പെൺകുഞ്ഞ് കംസന്റെ കയ്യിൽ നിന്നും ആകാശത്തിലേക്ക് ഉയർന്ന് ദേവന്മാരാൽ സ്തുതിക്കപ്പെടുന്ന ആ ദേവീരൂപത്തിൽ അങ്ങനെ നിലകൊണ്ടു. അങ്ങനെ തൻ്റെ കൈകളിൽ ശംഖ ചക്രഗദാദി ആയുധങ്ങളോടുകൂടി ദിവ്യരൂപത്തെ കംസന് വ്യക്തമാക്കി കൊടുത്തുകൊണ്ടാണ് ആ ദേവി ഇങ്ങനെ അരുളി ചെയ്തത്. വധേ കിം മേ തവ കംസ ജാതസ്തവാന്തകക്വാപ്യവിദൂരദേശേ മാതൃഹ്യതാം സാധുജനോഹിതം സ്വം വിചിന്തയേത്യുക്തവദീതിരോഭൂ. ദേവകിയുടെ 8ാമത്തെ പുത്രൻ ആണ് കംസ നിന്റെ അന്തകനായി വരേണ്ടത്. ആ കുട്ടി അവതരിച്ചു കഴിഞ്ഞു, ജനിച്ചു കഴിഞ്ഞു. വെറുതെ സാധുജനങ്ങളെ ദ്രോഹിച്ചതുകൊണ്ട് കാര്യമില്ല. അവരാരുമല്ല നിന്റെ അന്തകനായി വരാൻ പോകുന്നത്. വിവേകിയാണ് എങ്കിൽ ഇനിയുള്ള ജീവിതം നല്ലത് ചെയ്തും നല്ലത് ചിന്തിച്ചും നല്ലതു പറഞ്ഞും പ്രയോജനപ്പെടുത്തുക എന്ന ഒരു സൂചന കൂടി കൊടുത്തുകൊണ്ടാണ് അവിടെ ദേവി അന്തർധാനം ചെയ്തത്. സഭോജരാജ് സ്വാന്തകനാശനായ സർവാൻ ശിശൂൻ ഹന്തുമരം ബലിഷ്ഠാൻ വത്സാഖമുഖ്യാനസുരാൻ നിയുജ്യ കൃതാർത്ഥമാത്മാനമന്യതോച്ചൈ. അന്യന്റെ നാശത്തിനു വേണ്ടി ശ്രമിച്ചാൽ സ്വയം നശിക്കുകയാണ് അതിൻ്റെ ഫലം. മരണം എല്ലാവർക്കും ബാധകമാണ് എന്നിരിക്കെ എത്രത്തോളം നന്മ ചെയ്യാൻ പറ്റുമോ അത്രത്തോളം നന്മ ചെയ്യുക, നമുക്കും മറ്റുള്ളവർക്കും. അങ്ങനെ അതുകൊണ്ട് പ്രയോജനമുണ്ടാവും. ഈ കാര്യങ്ങളെ നമുക്ക് മനസ്സിലാവണമെങ്കിൽ അത് സത്സംഗം കൊണ്ടേ കഴിയൂ. ഇവിടെ കംസന് സത്സംഗമില്ല, വളരെയധികം ദുസ്സംഗം ഉണ്ടായിരുന്നു.
കംസോസ്തി മേ ചേതസി കാമലോഭ ക്രോധാദിമന്ത്രിപ്രവരൈ സമേത സദ്ഭാവഹന്താ ഖലു നന്ദപുത്രീ തം നാശയ ത്വച്ചരണം നമാമി. ദുർവൃത്തനായ കംസൻ തന്റെ ശത്രുവിനെ ഇല്ലാതെയാക്കാൻ വേണ്ടി ദുർമന്ത്രിമാരെ നിയോഗിച്ചു എന്ന് പറഞ്ഞു. ഇവിടെ സ്തോത്രകാരൻ പ്രാർത്ഥിക്കുന്നു, എൻ്റെ ഉള്ളിൽ കരുണയെയും പ്രേമത്തിനെയും ഒക്കെ നശിപ്പിക്കുന്ന, അങ്ങനെയുള്ള സദ്ഭാവങ്ങളെ നശിപ്പിക്കുന്ന ഒരു കംസൻ എൻ്റെ ഹൃദയത്തിലുണ്ട്. ആ കംസന്റെ സേവകന്മാരാണ് കാമക്രോധാദികൾ. ആ കാമക്രോധാദികളെയും അവയെ വളർത്തുന്ന കംസനെയും നിഗ്രഹിക്കണം. അതിനവിടത്തേക്ക് മാത്രമേ സാധിക്കൂ. അതിനു വേണ്ടിയിട്ടാണ് ഇവിടെ ദേവിയുടെ പാദങ്ങളിൽ നമസ്കരിക്കുന്നു എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് 21 ദശകത്തെ സമർപ്പിക്കുന്നത്. ശ്രീ മഹാദേവീ നമഃ.